നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശത്രുക്കളോട് തോൽക്കില്ല, രാജ്യം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കില്ല. പരാജയം മണത്താൽ മരിക്കുന്നതാണ് അന്തസ്. ഇറാൻ പൗരന്മാരോട് ഭരണകൂടത്തിനു വേണ്ടി ജീവൻ നൽകാൻ ആഹ്വാനം ചെയ്ത് IRGC. ചർച്ചയ്ക്ക് വഴങ്ങാത്ത ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും. ഈ ഘട്ടത്തിൽ ഇറാൻ ജനതയെ കവചമാക്കി എങ്ങനെയും യുദ്ധം ജയിക്കാൻ IRGCയുടെ പദ്ധതി. ലോകമെമ്പാടുമുള്ള ഇറാനികളോട് ജീവത്യാഗത്തിന് തയ്യാറാകൂ എന്നാണ് ആഹ്വാനം മുഴക്കിയിരിക്കുന്നത്. ബ്രിട്ടനിൽ താമസിക്കുന്ന ഇറാൻ പൗരന്മാർ ഭരണകൂടത്തിനും ഖമനേയിക്കും വേണ്ടി ജീവൻ നൽകൂ എന്ന് ലണ്ടനിലെ ഇറാൻ എംബസി പ്രഖ്യാപനം നടത്തി. ഇതോടെ രാജ്യങ്ങൾ അവിടുത്തെ ഇറാൻ പൗരന്മാരെ നിരീക്ഷിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഒപ്പം സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ജീവത്യാഗം നൽകാൻ ഇറാനികളോട് IRGC ആവശ്യപ്പെടുമ്പോൾ ഭരണകൂടത്തിലെ ചില ഉന്നതന്മാർ രാജ്യം വിട്ടോടുകയാണ്. ഇറാൻ ഇനി സുരക്ഷിതമല്ല എന്ന് വ്യക്തമായ ചില നേതാക്കന്മാരാണ് മറ്റു പല രാജ്യങ്ങളിലേക്കും കടക്കാൻ നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഇറാൻ ഭരണകൂടവും IRGCയും തമ്മിൽ ഇപ്പോൾ പിളർപ്പിലാണ്. IRGC പറയുന്നതാണ് ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണകൂടത്തിന് വലിയ റോളില്ല. ഇറാൻ സൈന്യം തന്നെ ഭരണകൂടത്തിലുള്ളവരെ കൊലപ്പെടുത്താൻ തക്കം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇറാൻ ഭരണകൂടവും ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഇറാൻ പൗരന്മാരിലേക്ക് ഇസ്രയേൽ അമേരിക്കൻ വെറി കുത്തിവെച്ച് ആയുധമെടുക്കുമെന്ന് IRGC ആഹ്വാനം മുഴക്കുന്നത് ലോകം യുദ്ധക്കളമാക്കുന്നതിന് തുല്യമാണ്. ചാവേർ ആക്രമണങ്ങൾക്ക് ഇറാനികളെ ഇളക്കിവിടുന്നു, ഭീകരവാദത്തിന് ആവശ്യപ്പെടുന്നു. ഇറാനെതിരെ വന്നാൽ പല രാജ്യങ്ങളിലായി കഴിയുന്ന ഇറാനികളെ ഇളക്കിവിടുമെന്ന ഭീഷണി IRGC മുഴക്കുമ്പോൾ ലോകം മറ്റൊരു പ്രതിസന്ധി നേരിടുകയാണ്. അറബ് രാജ്യങ്ങൾ അവരുടെ അതിർത്തികൾ ഇപ്പോൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതു നിമിഷവും ഒരാക്രമണം സംഭവിക്കാം. ഇറാനികളെ ചാവേറാക്കി IRGC തീക്കളി പുറത്തെടുക്കുകയാണ്. ഇതിന് അന്ത്യം കുറിക്കാൻ ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു. അതായത് ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ട്രംപ്. ഘോര യുദ്ധമാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്ക ലോകരാജ്യങ്ങളെ വേട്ടയാടുന്നു. ജാൻ ഫദ അഥവാ ജീവൻ ബലിയർപ്പിക്കുക എന്ന പേരിൽ ആരംഭിച്ച ഔദ്യോഗിക പരിപാടിയിൽ രജിസ്റ്റർ ചെയ്യാനാണ് ബ്രിട്ടനിലെ ഇറാൻ എംബസി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നീക്കം UK ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന വിലയിരുത്തലിലാണ് സുരക്ഷാ ഏജൻസികൾ. ബ്രിട്ടനിലുള്ള അഭിമാനികളായ ഇറാൻ പൗരന്മാർ രാജ്യത്തിനായി മുന്നോട്ട് വരണമെന്ന് എംബസി അതിൻ്റെ ടെലഗ്രാം ചാനലിലൂടെ അറിയിച്ചു. നമുക്കേവർക്കും ഒരൊറ്റ മനുഷ്യനായി മരിക്കാൻ തയ്യാറെടുക്കാം. നമ്മുടെ രാജ്യം ശത്രുക്കൾക്ക് അടിയറവ് വയ്ക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. ഈ തീവ്രമായ സന്ദേശമാണ് എംബസി പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ഇറാൻ ഭരണകൂടം ജാൻ ഫദ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഇത് ശത്രുത വളർത്തുന്ന പരിപാടിയല്ലെന്ന് എംബസി വക്താക്കൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും സമാനമായ റിക്രൂട്ട്മെന്റ് ഓസ്ട്രേലിയയിലെ കാൻബറ എംബസി കേന്ദ്രീകരിച്ച് നടക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലണ്ടൻ കേന്ദ്രീകരിച്ചുള്ള ഈ നീക്കം അതീവ ഗൗരവതരമാണെന്ന് സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ബ്രിട്ടീഷ് മണ്ണിലിരുന്നു കൊണ്ട് തീവ്രവാദം വളർത്താനുള്ള നീക്കമാണിതെന്ന് മാധ്യമപ്രവർത്തകനായ റോജർ മാക്മില്ലൻ ആരോപിച്ചു. ഇറാൻ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവരെ കണ്ടെത്താനും അവരെ ഉപയോഗിച്ച് യുക്രൈൻ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള വഴിയാണിതെന്നും ഇദ്ദേഹം പറഞ്ഞു. റഷ്യൻ മാതൃകയിലുള്ള രഹസ്യ നീക്കങ്ങളെക്കാൾ അപകടകരമായ സാഹചര്യമാണിതെന്ന് ഇദ്ദേഹം വിശേഷിപ്പിച്ചു. ഇറാനിലെ IRGCയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിരിക്കുകയാണ്. ബ്രിട്ടീഷ് മണ്ണിൽ സ്വാധീനം ചെലുത്താനും യുവാക്കളെ തീവ്രവാദത്തിലേക്ക് നയിക്കാനും ഇവർ ശ്രമിക്കുന്നതായി മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സന്ദേശങ്ങൾ മതഭ്രാന്തും രക്തസാക്ഷിത്വ സംസ്കാരവും വളർത്താനാണ് ഉപയോഗിക്കുന്നത്. എംബസിയുടെ ഔദ്യോഗിക സേവന പ്ലാറ്റ്ഫോമായ മിക്കാക്ക് വഴിയാണ് ഈ പദ്ധതിയിൽ ചേരാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാസ്പോർട്ട് പുതുക്കാനും ജനന മരണ രജിസ്ട്രേഷനുകൾക്കുമായി ഇറാനികൾ ആശ്രയിക്കുന്ന ഈ സംവിധാനം വഴി തന്നെ ഇത്തരം ആഹ്വാനം നടത്തുന്നത് പൗരന്മാരെ സമ്മർദ്ദത്തിലാക്കാനാണെന്ന് കരുതപ്പെടുന്നു. ലണ്ടനിലെ യഹൂദ സമൂഹത്തിന് നേരെ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാൻ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ സ്കോട്ട്ലൻഡ് യാർഡ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ യഹൂദ പള്ളികൾക്കും മറ്റും നേരെ ഉണ്ടായ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ഏറ്റെടുത്തിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ IRGCയെ നിരോധിക്കുമെന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഇതുവരെ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല. ഇറാൻ ഭരണകൂടത്തിന്റെ പരസ്യമായ ഈ നീക്കത്തോടെ സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്.
അതേസമയം തങ്ങളുടെ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്ന ഇറാനികൾക്ക് പിന്തുണ നൽകാൻ മാത്രമാണ് ഈ പ്ലാറ്റ്ഫോം എന്നാണ് എംബസിയുടെ നിലപാട്. ഇതിൽ തെറ്റായ ഉദ്ദേശങ്ങളില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇറാൻ വക്താവ് വ്യക്തമാക്കി. ഒരു രാജ്യത്തിന്റെ നയതന്ത്ര കാര്യാലയം തന്നെ ചാവേറുകളെ തേടി ഇറങ്ങിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അതായത് ഇറാൻ മറ്റ് രാജ്യങ്ങളിലുള്ള അവരുടെ എംബസികൾ വഴി ഇറാൻ പൗരന്മാരെ ഒത്തുകൂട്ടുകയാണ്. അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചാവേർ ആക്രമണങ്ങൾക്കാണോ ഇവർ പദ്ധതിയിടുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ഇറാൻ സൈന്യം ഒരു ഭീകര രൂപമെടുത്തിരിക്കുകയാണ്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും പോലെ ഒരു ഭീകര സംഘമായി ഇറാന്റെ സൈന്യം മാറിയിരിക്കുന്നു. ഇവർ പല ആഹ്വാനങ്ങൾ നടത്തുകയാണ്. അതായത് റിബലുകളായിട്ടുള്ള ഇറാനിലെ അതായത് ഖമനേയി ഭക്തരെ ഒത്തുകൂട്ടുകയാണ് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരെ ആക്രമണം നടത്തുന്നതിന്. ഇവരെ ചാവേറുകളാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു. ഇറാന്റെ പ്രോക്സികൾ മുഴുവൻ ചത്തു മലച്ചു കിടക്കുകയാണ്. ട്രിപ്പിൾ-എച്ചിനൊന്നും തല പൊക്കാൻ പോലും കഴിയാത്ത ഗതികേടാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇറാൻ അവരുടെ തീവ്ര നിലപാടുള്ള പൗരന്മാരെ ചാവേറുകളാക്കാൻ നീക്കം നടത്തുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിവില്ലാതെ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന നെറികെട്ട കൂട്ടമെന്ന് IRGCയെ പരിഹസിച്ച് ഡൊണാൾഡ് ട്രംപ്. ഇവിടെ രണ്ട് രാജ്യങ്ങളെ നമുക്കൊന്ന് താരതമ്യം ചെയ്യണം. അതായത് ഇസ്രയേലിനെയും ഇറാനെയും. ഇസ്രയേൽ അവരുടെ പൗരന്മാരെ മുഴുവൻ ബങ്കറിലാക്കിയതിനു ശേഷമാണ് ഇറാനോട് യുദ്ധം ആരംഭിച്ചത്. ബങ്കറിൽ കഴിയാനാണ് ഇസ്രയേലികൾക്ക് വിധിയെന്ന് ഇറാൻ പരിഹസിച്ചിരുന്നു. എന്നാൽ ആ രാജ്യം അവരുടെ പൗരന്മാർക്ക് കൊടുക്കുന്ന സുരക്ഷയാണ് ഇതിലൂടെ നമ്മൾ കാണേണ്ടത്. ജൂതന്റെ ചോര വീണാൽ അതിന് കണക്ക് ചോദിക്കാൻ ഇസ്രയേൽ കൂടോടെ ഇളകും. ഒരു പൗരന്റെയും ജീവൻ വെച്ച് കളിക്കില്ല ഇസ്രയേൽ എന്ന രാജ്യം. ഇസ്രയേൽ ഒരു കുഞ്ഞൻ രാജ്യമാണ്. ആ രാജ്യമാണ് അവർക്ക് ചുറ്റും കിടക്കുന്ന ശത്രുക്കളോട് ഇങ്ങനെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എത്ര യുദ്ധം ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, തങ്ങളുടെ ശത്രു രാജ്യങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ടേ, ഉന്മൂലനം ചെയ്തിട്ടേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നുണ്ട്. യുദ്ധമുണ്ടായാൽ അവർ ആദ്യം ചെയ്യുന്നത് പൗരന്മാരെ സംരക്ഷിക്കുക എന്നതാണ്. ബങ്കറിൽ കഴിയുന്നവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഭരണകൂടം ഒരുക്കി കൊടുക്കും. അവിടെ വീടുകൾ നിർമ്മിക്കുമ്പോൾ ബങ്കർ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് നിർമ്മിക്കുന്നത്. ഹമാസ് ബന്ദികളാക്കിയവരെ മുഴുവൻ മോചിപ്പിക്കാൻ ഗാസ ചുട്ടെരിച്ചത് നമ്മൾ കണ്ടു. മരിച്ചവരുടെ മൃതദേഹങ്ങൾക്ക് പകരം മറ്റ് ബോഡി കൊടുത്ത് ഹമാസ് നെറികേട് കാണിച്ചപ്പോൾ ഉഗ്രരൂപമെടുത്ത ഇസ്രയേലിനെ നമ്മൾ കണ്ടു. ജൂതന്മാരുടെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടിയില്ലെങ്കിൽ കത്തിച്ചാമ്പലാക്കുമെന്ന് ഇസ്രയേലിന്റെ പ്രഖ്യാപനം. തൊട്ടു പിന്നാലെ പേടിച്ചു വിറച്ച് മൃതദേഹ അവശിഷ്ടങ്ങൾ വരെ കണ്ടെത്തി ഹമാസ് ഇസ്രയേലിന് തിരികെ കൊടുത്തു. മരിച്ചുപോയവരാണെങ്കിൽ കൂടെ സ്വന്തം നാട്ടിൽ തിരികെ എത്തിച്ച് എല്ലാ അന്തസ്സോടെയും അവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്ന ആ രാജ്യത്തിന്റെ തീരുമാനമാണത്. ഇസ്രയേൽ അവരുടെ ഓരോ പൗരനും കൊടുക്കുന്ന പ്രാധാന്യമാണ് നമ്മൾ കാണേണ്ടത്. എന്നാൽ തൊട്ടപ്പുറത്തോ ഇറാനും ഭീകര ഗ്രൂപ്പുകളും അവരുടെ പൗരന്മാരെ ആയുധമാക്കി കൊലയ്ക്ക് കൊടുക്കുന്നു. ഗാസയിലും ലബനനിലുമൊക്കെ നമ്മൾ കണ്ടതെന്താണ്? ഈ ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ ജനവാസ മേഖലകൾക്കടിയിൽ ബങ്കറുകൾ ഉണ്ടാക്കി അവിടെ ആയുധങ്ങളും മിസൈൽ പാഡുകളും ഉണ്ടാക്കുക, അതിലൂടെ ആക്രമണം നടത്തുക. പൗരന്മാരെ കവചമാക്കി യുദ്ധം നടത്തിയ രാജ്യങ്ങളുടെ നെറികെട്ട കളിയാണ് നമ്മൾ കണ്ടത്. ഇറാൻ എന്താണ് ചെയ്യുന്നത്? അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കും എന്ന ഘട്ടം വരുമ്പോൾ അവിടുത്തെ തീവ്ര പക്ഷക്കാരെ ഇളക്കി വിട്ടുകൊണ്ട് ഒരു മനുഷ്യ കവചം തീർക്കുന്നു. അവർ ചത്താലും വേണ്ടില്ല എന്നുള്ള നിലപാടാണ് ഇറാൻ്റേത്. ഒരു സൈന്യം അവിടുത്തെ ജനതയ്ക്ക് സംരക്ഷണം കൊടുക്കേണ്ടവരാണ്. എന്നാൽ ആ സൈന്യം തന്നെ അവരെ കൊലയ്ക്ക് കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇറാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാനിൻ്റെ എംബസി ഇങ്ങനെ ഒരു ആഹ്വാനം മുഴക്കിയിരിക്കുന്നതും ഈ തീവ്രപക്ഷക്കാരെ ഇളക്കി വിടുന്നതിന് വേണ്ടി തന്നെയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തായി ആക്രമണ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നതിനാണ് IRGC ഇങ്ങനെ ഒരു കൈവിട്ട കളി കളിച്ചിരിക്കുന്നത്. എന്തൊക്കെ ചെയ്തിട്ടും രക്ഷയില്ല. ഇറാന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇവിടെ ഈ യുദ്ധത്തിൽ നിന്ന് സമാധാന കരാർ ഉണ്ടാക്കി അമേരിക്ക പിന്മാങ്ങാൻ തയ്യാറായാലും ഇസ്രയേൽ പിന്മാറില്ല. അവർ ഇറാന്റെ തലയെടുത്തേ അടങ്ങൂ എന്നുള്ള കൊലവെറിയിൽ നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ കയറിയടിച്ച് ഇറാനെ തീർത്താൽ തീർത്തു. വീണ്ടും ഒരു അവസരം കൊടുത്താൽ അവർ ശക്തരാകുമെന്ന് ഇസ്രയേലിന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കില്ല, ഈ വെടിനിർത്തൽ കരാർ കഴിയുമ്പോൾ കയറി അടിക്കാൻ കണക്ക് കൂട്ടി നിൽക്കുകയാണെന്ന് ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദമാണ് ഇസ്രയേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. സമാധാന കരാറല്ല, യുദ്ധമാണ് വേണ്ടത് എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ഇറാന്റെ
ആക്രമിക്കേണ്ട എല്ലാ കേന്ദ്രങ്ങളും തയ്യാറാക്കി ഒരു ബ്ലൂ പ്രിന്റ് ഇട്ടാണ് ഇസ്രയേൽ കാത്തിരിക്കുന്നത്. അപകടം മണത്തതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ അവരുടെ പൗരന്മാരെ യുദ്ധക്കളത്തിലേക്ക് ഇറക്കുന്നത്. ഇതിനിടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന് കരുതി പാകിസ്ഥാൻ വഴി ഇറാൻ കൊടുത്തയച്ച സമാധാന കരാറിൽ കടുത്ത അതൃപ്തിയുമായി ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് തുറക്കാം, യുദ്ധം നിർത്താം എന്നൊക്കെ പറഞ്ഞ് ഇറാൻ നീട്ടിയ കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ പദ്ധതിയെക്കുറിച്ച് മിണ്ടാത്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ നടന്ന ദേശീയ സുരക്ഷാ യോഗത്തിൽ വെച്ച് ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് ട്രംപ് പച്ചയ്ക്ക് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ നീക്കാൻ തയ്യാറാണെന്നും എന്നാൽ പകരം അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ പിൻവലിക്കുകയും ശത്രുത അവസാനിപ്പിക്കുകയും വേണമെന്നാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന വ്യവസ്ഥ. അതേസമയം തങ്ങളുടെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വേണ്ട എന്നും അത് പിന്നീട് പരിഗണിക്കാമെന്നുമാണ് ഇറാന്റെ നിലപാട്. പാകിസ്ഥാൻ വഴിയായിരുന്നു ഇറാൻ ഇങ്ങനെ ഒരു സന്ദേശം അമേരിക്കയ്ക്ക് കൈമാറിയത്. തങ്ങളുടെ പരമോന്നത നേതാവായ മൊജിതബ ഖമേനിയുടെ സുരക്ഷ ഉറപ്പാക്കുക, ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുക, മേഖലയിലെ US സൈനിക സാന്നിധ്യം കുറയ്ക്കുക എന്നിവയാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം പുനഃസ്ഥാപിക്കൂ എന്ന് കട്ടായം ടെഹ്റാൻ പറയുന്നു. എന്നാൽ ഇറാന്റെ ഈ വാഗ്ദാനത്തോട് ട്രംപിന് താൽപ്പര്യമില്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുന്ന തരത്തിലുള്ള കരാറുകൾക്ക് മാത്രമേ അമേരിക്ക അംഗീകാരം നൽകൂ എന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ ഈ നിർദ്ദേശം അമേരിക്ക സ്വീകരിക്കാൻ സാധ്യതയില്ലെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളിലും വാർത്തകൾ. ഇറാന്റെ നീക്കത്തെ ബ്ലാക്ക് മെയിലിംഗ് എന്നാണ് അമേരിക്കൻ ഭരണകൂടം വിശേഷിപ്പിച്ചത്. ആണവായുധം നിർമ്മാണം ഉപേക്ഷിക്കാതെ ഇറാനുമായുള്ള യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന മുൻ നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുന്നു. ട്രംപിന്റെ ഈ ഒരു ഉറച്ചു നിൽപ്പ് അത് ഇസ്രയേലിനുള്ള ഒരു വാക്ക് കൊടുക്കലാണ്. കാരണം ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ പക്കൽ നിന്ന് എത്രയും പെട്ടെന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം തിരിച്ചെടുക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ഇങ്ങനെ മയപ്പെട്ട് കാത്തിരിക്കുന്നത്. യുദ്ധത്തിലൂടെയേ അത് തിരിച്ചെടുക്കാൻ കഴിയുകയുള്ളെങ്കിൽ അങ്ങനെ എടുക്കാനാണ് ഇസ്രയേൽ കാത്തിരിക്കുന്നത്. അതിനിടയിൽ സമാധാന കരാറുമായിട്ട് ഇറാൻ വരുമ്പോൾ ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഹോർമുസ് കടലിടുക്കിൽ അയയാം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ വേണ്ട എന്ന് ഇസ്രയേലും പറയുന്നു. ഇറാന്റെ 3 നിര നേതാക്കളെ ഞങ്ങൾ വധിച്ചു കഴിഞ്ഞു, അവരിപ്പോൾ സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിലാണ് എന്ന ട്രംപിന്റെ മുൻ പ്രസ്താവന ഇരു കൂട്ടരും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലും ആണവ വിഷയം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ തടസ്സമായി തുടരുകയാണ്. നിലവിലെ താൽക്കാലിക വെടിനിർത്തൽ ദീർഘകാലത്തേക്ക് നീട്ടാനോ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ച് യുദ്ധത്തിന് പൂർണ്ണ വിരാമം കുറിക്കാനോ തയ്യാറാണെന്നും ഇറാൻ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇറാന്റെ കൂടി ആവശ്യമാണ് ഹോർമുസിൽ ഇളവ് വരുത്തേണ്ടത്. കാരണം അമേരിക്ക അവിടെ വലിയ സൈനിക സാന്നിധ്യം ഉറപ്പിച്ച് ഇറാനെ വരിഞ്ഞു മുറുക്കുകയാണ്. അവരുടെ എണ്ണ കേന്ദ്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എണ്ണ വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ എണ്ണ മുഴുവൻ കടലിൽ ഒഴുക്കേണ്ട ഗതികേടിലേക്ക് ഇറാൻ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയോട് കെഞ്ചിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏറ്റവും തർക്ക വിഷയമായ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വേണ്ട എന്ന് ഇറാൻ പറയുമ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്, ഞങ്ങൾ ആണവ പരീക്ഷണങ്ങളുമായി മുൻപോട്ട് പോകുമെന്ന്. അത് എട്ടായി മടക്കി അങ്ങ് പോക്കറ്റിൽ ഇട്ടോളാൻ ഇസ്രയേൽ മറുപടി കൊടുക്കുന്നു. ചർച്ചകൾക്കായി ദൂതന്മാരെ അയക്കുന്നതിന് പകരം ഇറാൻ ഞങ്ങളോട് നേരിട്ട് ബന്ധപ്പെടട്ടെ എന്ന നിലപാടിൽ ഇപ്പോൾ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധസമാന സാഹചര്യം കൂടുതൽ സങ്കീർണമാകുകയാണ്. ഏപ്രിൽ 23-ന് കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ പശ്ചിമേഷ്യയിൽ വിന്യസിച്ചുകൊണ്ട് അമേരിക്ക ഇതിനോടകം തന്നെ തങ്ങളുടെ സൈനിക കരുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ നെറികേടിനാണ് തുനിഞ്ഞിറങ്ങുന്നതെങ്കിൽ കയറിയടിച്ച് തീർക്കുക എന്ന ഒരൊറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.